നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അതിൻ്റെ ബാക്കി കുറച്ചുകൂടെയാണ് ഇന്ന് പഠിക്കുന്നത്. എന്താണ് എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്? വെർബ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആയിരിക്കും. ആ രീതിയിൽ. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അനു ആസ് വെൽ ആസ് ഹെർ ബ്രദർ ഡാഷ് കമ്മിങ് ടുഡേ. ഈസ് വേണോ ആർ വേണോ? നമ്മളിവിടെ നോക്കുമ്പോൾ അനു ആസ് വെൽ ആസ് ഹിസ് ബ്രദർ, രണ്ടുപേരുണ്ട് അല്ലേ? അനുവും അതുപോലെ തന്നെ അവളുടെ സഹോദരനും ഉണ്ട്. ഇപ്പോൾ രണ്ടുപേരാണല്ലോ എന്ന് എഴുതി ആർ ചേർക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, നോക്കിയേ, വെൻ ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ബിസൈഡ്സ് എന്നിവയാണെങ്കിൽ ദ വെർബ് എഗ്രീസ് വിത്ത് ദ ഫസ്റ്റ് സബ്ജക്റ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതാണ് ഫസ്റ്റ് സബ്ജക്റ്റ്? ഏതാണോ അതനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഏതൊക്കെ വാക്കുകൾ വെച്ച് കൂട്ടി യോജിപ്പിച്ചാലാണ്? ആസ് വെൽ ആസ്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, അക്കമ്പനീഡ് ബൈ, ബിസൈഡ്സ്, ഇങ്ങനെയുള്ള വെർബ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് രണ്ട് സെന്റൻസ് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് ഏതോ അതനുസരിച്ച് വെർബ് എഴുതണം. അതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അനുവും ബ്രദറും ഉണ്ടല്ലോ, എന്നാൽ ആറ് വരുമെന്ന് എഴുതിയാൽ തെറ്റിപ്പോകും, അല്ലേ? ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? അനു ആണ്, ഒരാളേ ഉള്ളൂ, സിംഗുലർ. അപ്പോൾ ഏത് വേണം? ഈസ് ആണ് ഇവിടെ വരേണ്ടത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആസല്ലാസ് വരുമ്പോൾ ആസല്ലാസ് ഉപയോഗിച്ചൊരു സെന്റൻസ് കൂട്ടിച്ചേർക്കുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് വെർബ് എഴുതണം. അപ്പം അനു എന്നുള്ളതാണ് ആദ്യത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആറ് വരില്ല, അനു ആറെന്ന് പറയില്ല, അനു ഈസ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ദ ബോയ്സ് വിത്ത് ദെയർ ടീച്ചർ. ഉണ്ടോ? ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? ബോയ്സ്, പ്ലൂറലാണ്. വിത്ത് ദെയർ ടീച്ചർ, അതുകൊണ്ട് ഹാവ് വേണം എഴുതാൻ ഇവിടെ, അല്ലേ? ബോയ് എന്ന് പറയുമ്പോഴാണ് ഹാസ്. ബോയ്സ് പ്ലൂറൽ ആവുകൊണ്ട് ഹാവ് വേണം എഴുതാൻ, കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് അനു സിംഗുലർ ആവുകൊണ്ട് നമ്മൾ ഈസ് എഴുതി, ബോയ്സ് നമ്മൾ പ്ലൂറൽ ആവുകൊണ്ട് ഹാവ് എഴുതി. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ എലോങ് വിത്ത് ഹിസ് സെക്രട്ടറീസ്. പ്രൈം മിനിസ്റ്ററും അയാളോടൊപ്പം സെക്രട്ടറിമാരും ഉണ്ടെങ്കിലും പ്ലൂറലാണെന്ന് തോന്നരുത്. കാരണം ആദ്യത്തെ സബ്ജക്റ്റ് ഏത്? ഒന്നല്ലേ ഉള്ളൂ, സിംഗുലറേ ഉള്ളൂ. ഫസ്റ്റ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഗ്രി വിത്ത് ഫസ്റ്റ് സബ്ജക്റ്റ്. ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് വരുമ്പോൾ ഹാവ് വരുമോ ഹാസ് വരുമോ? അത് വരുമ്പോൾ ഹാസ് ആണ് വേണ്ടത്, അല്ലേ? നമ്മൾ രണ്ടുപേരുണ്ടല്ലോ, അയാളുടെ സെക്രട്ടറിമാരും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഹാവ് എഴുതരുത്, തെറ്റാണ്. ഹാസ് വേണം എഴുതാൻ. അടുത്തത് ദ ക്യാബിനറ്റ്, അടുത്ത എഴുതിയിട്ടുണ്ട്, ഹാസ് മെയ്ഡ് ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ. ദ ക്യാബിനറ്റ് ഹാവ് മെയ്ഡ് ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ. അതെന്താണ്? രണ്ടും ഹാസും വരുന്നത്? അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്യാബിനറ്റ്, ഗവൺമെൻറ്, പാർലമെൻറ്റ്, അസംബ്ലി, ഗ്രൂപ്പ്, കമ്മിറ്റി, ഓഡിയൻസ്, പബ്ലിക്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കളക്റ്റീവ് നൗൺ എന്ന് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവ ആ സന്ദർഭം അനുസരിച്ച് നമുക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. അത് മനസ്സിലായോ? അതാണ് കളക്റ്റീവ് നൗൺ. ഏതൊക്കെയാണ്? ക്യാബിനറ്റ്, ഗവൺമെൻറ്, പാർലമെൻറ്റ്, അസംബ്ലി, ഗ്രൂപ്പ്, കമ്മിറ്റി, ഓഡിയൻസ്, പബ്ലിക്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ. അത് നോക്കുകയാണെങ്കിൽ അതാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദ ക്യാബിനറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ. ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലറിൻ്റെ ഭാഗമായിട്ടാകുമ്പോൾ ഹാസ് ഉപയോഗിച്ചു. ആ സെൻറ്റൻസ് തന്നെ ദ ക്യാബിനറ്റ് ഹാവ് വന്ന എന്തുകൊണ്ടാണ്? മെയ്ഡ് ദെയർ, അവരുടെ എന്ന് പറയുമ്പോൾ അത് നോക്കണം, അത് ഒന്ന് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വന്നു. അപ്പോൾ ഇത് ക്യാബിനറ്റ് എന്നുള്ള സബ്ജക്റ്റാണ് രണ്ടിലും. പക്ഷേ അതിൻ്റെ സന്ദർഭം അനുസരിച്ച് കണ്ടോ, ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അപ്പോൾ ഇവിടെ ഹാസ് ചേർത്തു. ഹാവ് മെയ്ഡ് ദെയർ സ്റ്റാൻഡ് ക്ലിയർ, പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് ഇവിടെ ഹാവ് വന്നേക്കണേ. അപ്പോൾ ഇത് ഹാസും ഹാവും ക്യാബിനറ്റ് എന്നുള്ളത് വരും. അത് കളക്റ്റീവ് നൗണാണ്, അതുകൊണ്ട് സിംഗുലറും പ്ലൂറലും സന്ദർഭം അനുസരിച്ച് വരും. ഇതാണ് ഇങ്ങനെ രണ്ടും വന്നിരിക്കുന്നത്. ക്യാബിനറ്റ്, ഇത് ഗവൺമെൻറ് ആണെങ്കിലും പാർലമെൻറ്റ് ആണെങ്കിലും ഇതെല്ലാം ആണെങ്കിലും ഇതുപോലെ സന്ദർഭം അനുസരിച്ച് സിംഗുലറായിട്ടും പരിഗണിക്കും, പ്ലൂറലായിട്ടും പരിഗണിക്കും. ഓർത്ത് വയ്ക്കുക, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കുറച്ചുകൂടി നമുക്ക് എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.